ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡയറ്റ് ചിക്കൻ ആണ്. അപ്പോൾ ഈ ഡയറ്റ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പൊതുവേ ഡയറ്റൊക്കെ ചെയ്യുന്നവർ എന്താ പറയുക, എല്ലാ പച്ചക്കറിയും എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഭയങ്കര കോംപ്രമൈസ് ചെയ്ത് ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് എപ്പോഴും കഴിക്കാറ്. പക്ഷേ ഈ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യമ്മിയാണ്, പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് ജിന്നി എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് വൺസ് എനിക്കിത് കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി. പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ നമ്മളിത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ അതേ സെയിം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി. അത് നിങ്ങൾക്കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ്, ഞാൻ കൈയളവിന് ഇടുന്നേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, ഒരു പിടി സവോള, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് വിനാഗിരി, 3 അടപ്പ് മല്ലിയില. ചിക്കൻ നന്നായിട്ട് കൂട്ടിത്തിരുമുക. ഇതെല്ലാം എല്ലായിടത്തും ആവാൻ പാകത്തിന് നന്നായിട്ട് കൂട്ടിത്തിരുമി ഇതിങ്ങനെ പരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കാം. ഗ്യാസ് കത്തിക്കാണ്. പരട്ടി വെച്ച ചിക്കൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് മാറ്റി. ഇത് കുക്കറിൽ നമുക്ക് കുക്ക് ചെയ്യാം. മിനിമം 3 വിസിൽസ്. അപ്പൊ നമുക്ക് ഇതിന്റെ അവസാനത്തെ പരിപാടിയിലോട്ട് കിടക്കാം. പാൻ വെച്ചു, നമ്മൾ എണ്ണ വെച്ചു, ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു 2 സവോള ഉണ്ട്, അതിടാണ്. പിന്നെ ബാക്കിയുള്ള പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞത്. ഇനി എപ്പോഴും നമ്മൾ സവോള ഇട്ട് കഴിയുമ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനുമാണ്, ഇതിന് വേണ്ട ഒരു ഉപ്പ് കിട്ടാനും കൂടെ വേണ്ടിയാണ്. വഴന്ന് കിട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടോട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. ചിക്കനൊക്കെ വെന്ത് അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും ഈ ചിക്കനെ നമുക്ക് മൺചട്ടിയിലേക്ക് ആക്കാം. കണ്ടോ, ചിക്കൻ ഇങ്ങനെ നല്ല അടിപൊളി ജ്യൂസി ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിൽ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ സംഭവമായ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനത് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണേ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൻ്റെ ഉപ്പ് മാത്രം ഒന്ന് കറക്റ്റ് ആണോ നോക്കാം. പൊടിക്ക് ഉപ്പ് കുറവുണ്ട്, അപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കാം. അപ്പം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ കുറുകായി, ഭയങ്കര അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ ഒന്ന് പീസൊക്കെ ചാറ് നോക്കിയിട്ട്. സൂപ്പർ. ഒരു ക്യാപ്സിക്കം കഴിക്കാണ്. പൊളി. അപ്പം എഗെയിൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചിക്കൻ ആണിത്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് തിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഭയങ്കര ജ്യൂസി ചിക്കനാണ്. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഇറച്ചിയിൽ നിന്നൊക്കെ എന്താ പറയുക, എല്ലിൽ നിന്നൊക്കെ ഇറച്ചി വിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എഗെയിൻ ഇതുപോലത്തെ എനിക്ക് കഴിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല, ഭയങ്കര ടേസ്റ്റ്. എഗെയിൻ ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലയാസ് കിച്ചൻ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അറിയിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തിയായ ടേസ്റ്റിയായ അടുത്ത ഡിഷുമായിട്ട് കാണുന്നത് വരെ ബൈ.